ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മള് കറന്റ്ലി ഉള്ളത് മുനീശ്വരം കുന്ന്, വയനാട്ടിലെ മുനീശ്വരം കുന്നിലാണ് ഇപ്പൊ നമ്മളുള്ളത്. വ്യൂ കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ മേലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദെൻ ലെറ്റ്സ് ഗോ. അതാ സ്റ്റെപ്പല്ല, ഇനെന്താ പറയാ, അത് കേറിക്കൊണ്ടിരിക്ക. എനിക്ക് തോന്നുന്നു ഇത് ഓറഞ്ചിന്റെ മരം പോലെ ഉണ്ട്. ഏതാ മേലുള്ള? പക്ഷെ ഗായ്സ്, ഓറഞ്ചിന്റെ മരല്ല, ഓറഞ്ചിന്റെ മരം. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, എപ്പം വരുവാണെങ്കിലും നല്ല കോടയായിരിക്കും. നമ്മൾ ഇങ്ങോട്ടൊക്കെ ഫുൾ കോടയാണ്, ഇങ്ങോട്ട് കോടയിൽ വരുന്നുള്ളൂ. മസ്റ്റ് വിസിറ്റ്. എല്ലാവരും ഒരു വട്ടെങ്കിലും ലൈഫിൽ വരേണ്ട സ്ഥലമാണ്. സൂപ്പറാണ്, കാണാൻ സൂപ്പർ. ഇവിടെ നമ്മള് കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. എന്റെ എന്ത് ഭംഗി. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം കേട്ടാ, വെയിറ്റ് ആക്ക്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച അവിടെ ഒരു പശു ഉണ്ട് എന്നാ, പിന്നെ സൂം ചെയ്തപ്പോ മനസ്സിലായത് അതൊരു കടുവയാണ്. കടുവ ഞാൻ വെച്ച ഒറിജിനലാണ്. പക്ഷെ ഇപ്പഴാ മനസ്സിലായത്. ലുക്ക്, അങ്ങ് നിങ്ങൾ കണ്ടോ മേലെ നിക്കുന്നത്? യെസ് ഗൈസ്, നമ്മള് കടുവേന്റെ അടുത്ത് എത്തി. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. ദെൻ അതിന്റെ മുകളിൽ വരെ കേറണം. അണ്ടർസ്റ്റാൻഡ്? നമ്മളിവിടെ പൈസ കൊടുക്കാൻ എത്തിയതാ ഗൈസ്. പൈസ ഇവളെ പേഴ്സിൽ തന്നെ പൈസ എടുക്കണം, എന്നാലേ പൈസ കിട്ടുള്ളൂ. ഉദ്ദേശിച്ചത് അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങി വരുന്ന കണ്ടില്ലേ, ആ പോയിന്റിൽ ഞങ്ങൾക്ക് എത്തണം. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ നല്ല ബാരിഷ് വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അതൊന്നും വിഷയാക്കുന്നില്ല ഗൈസ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ബട്ട് കുഴപ്പമില്ല. മഴ പെയ്ത് വരുന്നുണ്ട്. നിങ്ങക്ക് ഇവിടെയൊക്കെ വാഷ്റൂം വരുന്നുണ്ട്, പോണോ? അതിൽ പോയൊരു വ്യൂ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നൈസ്. എന്താ കറക്റ്റ് വ്യൂ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ഗൈസ്. ഗൈസ്, സോ ഗുഡ്. അപ്പൊ നല്ല തണുപ്പുണ്ട്, നല്ല കോടയുണ്ട്. എനിക്ക് വ്യൂ കാണിച്ചുതരാം. ഇത് താഴോട്ടുള്ളത്, അവിടെയൊക്കെയാണ് നമ്മളെ പാർക്കിംഗ് ഏരിയ, ലൈക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടത്. ദെൻ ഇവിടുന്ന് കുറെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനത്തെ അവിടുത്തെ മലയൊക്കെ ഉണ്ടോ, അവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് വരാം. ഞങ്ങൾ അവിടെയൊക്കെ കവർ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഈ ഒരു ലൈക്ക് ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയാണ്, കളിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോ നമ്മള് ഏകദേശം ഇപ്പൊ ഒരു 3 മണിക്കൂറൊക്കെ ഇവിടെ നിന്നില്ലേ? 3 മണിക്കൂറൊക്കെ നമ്മളിവിടെ നിന്ന്. എത്രയൊക്കെ ഉണ്ട് നമുക്ക് ഈ സ്ഥലം ഇവര്. അപ്പൊ ഗൈസ് തിരിച്ചു പോവാണ്.